ഐതിഹ്യമാല അധ്യായം 42. വട്ടപ്പറമ്പിൽ വല്യമ്മ. കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന കായംകുളം എന്ന പ്രദേശം തിരുവിതാംകൂറിൽ ചേരുന്നതിന് മുമ്പ് അതൊരു പ്രത്യേക രാജ്യമായി ഒരു രാജാവിനാൽ ഭരിക്കപ്പെട്ടിരുന്നതാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. അവിടെ ഇപ്പോഴുള്ള പുതിയടത്ത് ക്ഷേത്രത്തിന് സമീപം വട്ടപ്പറമ്പിൽ എന്ന് പ്രസിദ്ധമായിട്ട് ഒരു നായർ കുടുംബം ഉണ്ടായിരുന്നു. ഈ കുടുംബക്കാർക്ക് കായംകുളത്ത് രാജാവിന്റെ മന്ത്രിസ്ഥാനവും ആയുധാഭ്യാസ വിഷയത്തിൽ ഗുരുസ്ഥാനവും തന്നിമിത്തം സേനാനായകത്വവും ഉണ്ടായിരുന്നത് കൂടാതെ വിവാഹ ബന്ധത്താൽ ബന്ധുത്വവും ഉണ്ടായിരുന്നു. ഇപ്രകാരം ആ രാജാവിന്റെ ആശ്രയത്തിലും സംരക്ഷണത്തിലുമായിരുന്ന ആ കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരു ശാഖക്കാർ എന്തോ കാരണവശാൽ ആ രാജാവിന്റെ അപ്രീതിക്ക് പാത്രീഭവിക്കുകയാകിയാൽ കൊല്ലം 850 ആണ്ടിനിടയ്ക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായി വന്നു. പണ്ടേ തന്നെ ശൂരന്മാരും ധൈര്യശാലികളും യുദ്ധവിദഗ്ധന്മാരുമായ അവർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. എങ്കിലും ഏതാനും സൈന്യങ്ങളെ ശേഖരിച്ചുകൊണ്ട് കായംകുളത്തിന് സമീപം തന്നെ കീരിക്കാട് എന്ന ദിക്കിൽ ഏതാനും സ്ഥാനം സ്വാധീനിക്കപ്പെടുകയും അവിടെ കോട്ട, കൊത്തളം മുതലായവയും ആ കോട്ടയ്ക്കകത്തൊരു ഭവനവും ചില പരദേവത ആലയങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്ത് അനനാശ്രമമായും പൂർവാധികം പ്രാബല്യത്തോടുകൂടിയും താമസിച്ചു. ശേഷമുള്ള ശാഖക്കാർ യഥാപൂർവം കായംകുളത്ത് രാജാവിനെ ആശ്രയിച്ച് തന്നെ കായംകുളത്തുള്ള ആദ്യ കുടുംബത്തിലും താമസിച്ചു വന്നു. കീരിക്കാട്ടേക്ക് മാറി താമസിച്ചവർ കായംകുളത്ത് രാജാവിനെ ലേശം പോലും വകവയ്ക്കാതെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് താമസിച്ചിരുന്നത്. എങ്കിലും അവരുടെ പ്രാബല്യത്തെപ്പറ്റിയും പരാക്രമത്തെപ്പറ്റിയും സൈന്യബലത്തെപ്പറ്റിയും കുറിച്ചും വിചാരിച്ചിട്ടും തൻ്റെ സൈനികന്മാർ അവരുടെ ശിഷ്യരും വളരെ കാലം അവരുടെ അധികാരത്തിന് കീഴിൽ ഇരുന്നവരുമാകയാൽ അടുത്തുകൂടി വരുമ്പോൾ മറുഭാഗത്ത് ചേർന്ന് കളഞ്ഞില്ലെങ്കിൽ വലിയ ആപത്തായി തീരുമല്ലോ എന്ന് ശങ്കിച്ചിട്ടും കായംകുളത്ത് രാജാവിന് അവരോട് എതിർക്കുവാൻ ധൈര്യമുണ്ടായില്ല. അതിനാൽ അവർ കാലക്രമേണ ഒരു നാടുവാഴിയുടെ സ്ഥിതിയിലായി തീർന്നു. വട്ടപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയി താമസം കീരിക്കാട്ടാക്കിയതിനു ശേഷവും അവർ എഴുത്തുകുത്തുകളിലും മറ്റു ആ പുരാതന കുടുംബപ്പേർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടത്തിവരുന്നു. എങ്കിലും കീരിക്കാട്ടുള്ള ഭവനം കോട്ടയ്ക്കകത്താകയാൽ ആ ദിക്കുകാർ ആ ഭവനത്തിന് കോട്ടയ്ക്കകത്ത് എന്ന പേർ കൂടി വന്നു പറഞ്ഞു തുടങ്ങുകയും അത് ആ ദിക്കുകളിൽ ഒരുവിധം നടപ്പായി തീരുകയും ചെയ്തു. ഇപ്പോഴും അവിടെ ഇവിടങ്ങളിൽ ചിലർ അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. കൊല്ലം 681 ആണ്ട് മുതൽ 710 ആണ്ട് വരെ രാജ്യം വാണിരുന്ന വീര ഉദയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലാനന്തരം 904 ആണ്ട് സാക്ഷാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യഭാരം കയ്യേറ്റും കാലം വരെ ചില ഇടപ്രഭുക്കന്മാർ, മാടമ്പിമാർ, 8 വീട്ട പിള്ളമാർ മുതലായ രാജ്യദ്രോഹികളുടെ അക്രമങ്ങളും ഉപദ്രവങ്ങളും നിമിത്തം തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെ ആൺവഴി തമ്പുരാക്കന്മാരും പെൺവഴി തമ്പുരാക്കന്മാരും പലപ്പോഴും തലസ്ഥാനം വിട്ട് ഒളിച്ചോടിപ്പോയി പല സ്ഥലങ്ങളിൽ ചെന്ന് അജ്ഞാതവാസം ചെയ്യേണ്ടതായി വന്നിട്ടേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരു മഹാരാജ്ഞി ശത്രുഭയം നിമിത്തം പ്രാണരക്ഷാർത്ഥം കുറച്ചു കാലം അരിപ്പാട്ട് കരിപ്പാലിൽ കോയിക്കൽ എന്നെഴുന്നള്ളി താമസിച്ചിരുന്നു. 933 ആണ്ട് മുതൽ 73 ആണ്ട് വരെ തിരുവിതാംകൂർ രാജ്യം യഥായോഗ്യം ഭരിച്ച വാണിരുന്ന വിശ്വവിസ്തൃതനായ കാർത്തിക തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തിരുവതരാം ചെയ്തിട്ടുള്ളതാണ് ആ മഹാരാജ്ഞിയിൽ നിന്നും അവിടെ വെച്ചു മാറിയിരുന്നു. അങ്ങനെ ആ മഹാരാജ്ഞി ആ രാജകുമാരനോട് കൂടി അവിടെ എഴുന്നള്ളി താമസിച്ചിരുന്ന കാലത്ത് കീരിക്കാട്ടു വട്ടപ്പറമ്പിൽ അന്ന് മൂപ്പായി എഴുന്നള്ളിയിരുന്ന സ്ത്രീ കൂടെ കൂടെ മഹാരാജ്ഞിയെ മുഖം കാണിക്കുവാനായി കരിപ്പാലിൽ കോയിക്കൽ പൊയ്ക്കൊണ്ടേയിരുന്നു. അതിനാൽ ആ സ്ത്രീയും മഹാരാജ്ഞിയും തമ്മിൽ പരിചയമായി എന്നു മാത്രമല്ല പരസ്പരം മഹാരാജ്ഞി തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായിരുന്നുവെങ്കിലും കാൽസ്ഥിതി കൊണ്ടും ദേശാന്തരവാസം നിമിത്തവും മറ്റും പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഞെരുക്കങ്ങളും ഉണ്ടായിരുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. അക്കാലത്ത് അതിനെല്ലാം പരിഹാരമുണ്ടാക്കി കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് വട്ടപ്പറമ്പിലെ ആ ഗുണവതിയും ബുദ്ധിശാലിയും ഔദാര്യനിധിയുമായ സ്ത്രീയായിരുന്നു. അവരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ മഹാരാജ്ഞി തിരുമനസിലേക്ക് അന്ന് അവിടെ കഴിച്ചുകൂട്ടുവാൻ കഴിയുമായിരുന്നുവോ എന്ന് തന്നെ സംശയമാണ്. ആ സ്ത്രീ കൂടെ കൂടെ ചെന്ന് മഹാരാജ്ഞിയെ മുഖം കാണിക്കുകയും അവിടുത്തെ യാഗക്ഷേമങ്ങളെ അന്വേഷിക്കുകയും ചെല്ലുമ്പോഴൊക്കെ കുറേശ്ശെ പണവും നിത്യോപയോഗങ്ങളായ ചില സാധനങ്ങളും തിരുമുൽ കാഴ്ച വയ്ക്കുകയും പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വട്ടപ്പറമ്പിലെ ആ മൂത്ത സ്ത്രീ തിരുമുമ്പാകെ ചെന്നിരുന്ന സമയം അന്ന് 3 തിരുവയസ്സ് മാത്രം പ്രായമായിരുന്ന രാജകുമാരൻ ആ സ്ത്രീയെ കണ്ടിട്ട് തൻ്റെ മാതാവിനോട് ഇതാരാണാമേ എന്ന് കൽപ്പിച്ച് ചോദിക്കുകയും അതിന് മറുപടിയായി മഹാരാജ്ഞി ആ സ്ത്രീക്ക് മഹാരാജ്ഞിയേക്കാൾ പ്രായക്കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ ഇത് നിന്റെ വല്യമ്മയാണ് എന്ന് കൽപ്പിക്കുകയും ചെയ്തു.
അന്നു മുതൽ ആ രാജകുമാരൻ ആ സ്ത്രീയെ വല്യമ്മ എന്ന് തന്നെ വിളിച്ചു വന്നു. അവിടുന്ന് മഹാരാജാവായതിനു ശേഷവും അങ്ങനെ തന്നെ കൽപ്പിച്ച് വിളിച്ചു വരുന്നതിനാൽ വട്ടപ്പറമ്പിൽ കുടുംബത്തിൽ അന്നന്ന് മൂപ്പായിരുന്ന സ്ത്രീകൾക്ക് വല്യമ്മ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരായി തീർന്നു. അതിനാൽ ഇപ്പോഴും അവരെ എല്ലാവരും അങ്ങനെ തന്നെ വിളിച്ചു വന്നു. വട്ടപ്പറമ്പിൽ വല്യമ്മ എന്തെങ്കിലും തിരുമുൽക്കാഴ്ച വെക്കുവാനായി മഹാരാജ്ഞിയുടെ തിരുമുമ്പാകെ കൊണ്ടുചെന്നാൽ രാജകുമാരൻ ഓടിച്ചെന്ന് തൃക്കൈയിൽ വാങ്ങി അമ്മയുടെ കണ്ണിൽ കൊണ്ടു കൊടുക്കും. അതിനാൽ അവിടെ നിന്ന് തിരുമുപ്പറ്റിയതിൻ്റെ ശേഷവും വട്ടപ്പറമ്പിൽ കുടുംബത്തിലെ സ്ത്രീകൾ മുഖം കാണിക്കുവാനായി ചെല്ലുന്ന സമയങ്ങളിൽ കൊണ്ടു ചെല്ലുന്ന കാഴ്ചദ്രവ്യം തൃക്കൈയിൽ തന്നെ വാങ്ങുക പതിവായിരുന്നു. എന്നു മാത്രമല്ല, തൻ്റെ പിൻവാഴ്ചക്കാരും അങ്ങനെ ചെയ്തു കൊള്ളണമെന്ന് ഒരേർപ്പാട് കൽപ്പിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. ആ ഏർപ്പാട് ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട്. രാമവർമ്മ രാജകുമാരന് അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിന് ആദ്യം ഗുരുസ്ഥാനം വഹിച്ചത് മഹാരാജ്ഞി തന്നെയാണ്. പിന്നീട് അതിന് വേണ്ടുന്ന ചില ഏർപ്പാടുകൾ വട്ടപ്പറമ്പിൽ വല്യമ്മ ചെയ്തു കൊടുക്കുകയും ചെയ്തു. രാജകുമാരൻ അന്ന് ഏകദേശം അനാസ്ഥ സ്ഥിതിയിലാണ് താമസിച്ചിരുന്നതെങ്കിലും വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ സഹായം നിമിത്തം യഥാകാലം വേണ്ടതുപോലെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനിടയായി. രാജകുമാരന് വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ പേരിൽ സാക്ഷാൽ വല്യമ്മയുടെ പേരിൽ എന്ന പോലെ തന്നെ സ്നേഹ ബഹുമാനങ്ങളുണ്ടായിരുന്നു. അപ്രകാരം തന്നെ രാജകുമാരനെക്കുറിച്ച് പുത്രനിർവേശമായ സ്നേഹവാത്സല്യം ആ വല്യമ്മയ്ക്കുമുണ്ടായിരുന്നു. ഇങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം പെരുളാവൂർ അടിതിരി എന്ന് പ്രസിദ്ധനായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അരിപ്പാട്ട് വന്നു ചേർന്നു. അത്താഴം കഴിക്കുന്നതിന് എവിടെ കയറിയാൽ തരമാകുമെന്ന് അന്വേഷിച്ചപ്പോൾ കരിപ്പാലിൽ കോയിക്കൽ ചെന്നാൽ അത്താഴം കിട്ടുമെന്നും അവിടെ അരിവപ്പ് ബ്രാഹ്മണനാണെന്നും ആരോ പറയുകയാൽ അദ്ദേഹം അവിടെ ചെന്ന് കയറി. അതൗധര്യം നിധയായിരുന്ന രാജകുമാരൻ ആ ബ്രാഹ്മണനു കഴിച്ചു വരുവാനായി കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അടിതിരിപ്പാട്ടിന് കുളിയും സന്ധ്യാവന്ദനാദി നിത്യകർമാനുഷ്ഠാനങ്ങളും കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അത്താഴം കാലമായിരുന്നു. അത്താഴം കഴിഞ്ഞതിന് ശേഷം ആ ബ്രാഹ്മണ വര്യൻ എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടെ പോകുവാനായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നതെന്നും മറ്റും രാജകുമാരനോട് കൽപ്പിച്ച് ചോദിക്കുകയും താൻ കുറച്ച് വടക്കു നിന്നാണ് വരുന്നതെന്നും തനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള പ്രായം അതിക്രമിച്ചു വരുന്നതായി 9 പെൺകിടാങ്ങൾ ഇരിക്കുന്നുണ്ടെന്നും ദാരിദ്ര്യ നിമിത്തം ഒരു കന്യകയെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുവാൻ താൻ ശക്തനല്ലെന്നും തിരുവനന്തപുരത്ത് ചെന്ന് മഹാരാജാവിനെ മുഖം കാണിച്ച് വിവരമറിയിച്ചാൽ വല്ലതും നിവൃത്തി ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് താൻ തിരുവനന്തപുരത്തേക്കായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നതെന്നും മറ്റും ആ ബ്രാഹ്മണൻ പറയുകയും ചെയ്തു. അപ്പോൾ രാജകുമാരൻ 9 പെൺകിടാങ്ങളെ കൊടുക്കുന്നതിന് എത്ര പണം വേണ്ടിവരും എന്ന് കൽപ്പിച്ച് ചോദിച്ചതിന് നമ്പൂതിരി 9,000 പണമുണ്ടായെങ്കിൽ ഒരുവിധം കഴിച്ചു കൂട്ടാമായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. അക്കാലത്ത് നമ്പൂരിമാർക്ക് ഒരു പെൺകുടയ്ക്ക് 1000 പണത്തിലധികം സ്ത്രീധനം കൊടുക്കേണ്ടിയിരുന്നല്ലോ. ഉടനെ രാജകുമാരൻ കാലത്ത് തമ്മിൽ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് അരുളി ചെയ്തിട്ട് നമ്പൂരിയെ കിടക്കുവാൻ കൽപ്പിച്ചയച്ചു. അപ്പോൾ തന്നെ രാജകുമാരൻ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഒരു തിരുവെഴുത്ത് വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ പേർക്ക് എഴുതി ഒരു ഭൃത്യന്റെ പക്കൽ കൽപ്പിച്ചു വെച്ചു. വല്യമ്മ തിരുവെഴുത്ത് കണ്ട ഉടൻ 9,000 പണം 9 കിഴിയഴിയാക്കിയിട്ട് ആ ഭൃത്യന്റെ കയ്യിൽ തന്നെ കൊടുത്തയച്ചു. ഭൃത്യൻ കൊണ്ടുവന്ന പണിക്കിഴകൾ വാങ്ങിവെച്ചതിന് ശേഷം രാജകുമാരൻ പള്ളിക്കുറുപ്പിനെ എഴുന്നള്ളിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ രാജകുമാരൻ പള്ളിക്കുറുപ്പുണർന്ന് പുറത്തെഴുന്നള്ളിയപ്പോഴേക്കും അടിതിരിപ്പാടും അവിടെ എത്തി. ഉടനെ രാജകുമാരൻ പണക്കിഴി 9 എടുത്തുകൊണ്ടുവന്ന് ആ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇതാ ഇവയിൽ 9,000 പണമുണ്ട്, ഇതിനായിട്ട് ഇന്നെ അങ്ങ് തിരുവനന്തപുരം വരെ പോകണമെന്നില്ല എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണോത്തമന് ഇത്രമാത്രം ഔദാര്യമുള്ള ഈ ബാലൻ ആരാണ് എന്ന് സംശയം തോന്നുകയും വിവരം രാജകുമാരന്മാരോട് തന്നെ ചോദിക്കുകയും ചെയ്തു. അവിടുന്ന് വസ്തുതയെല്ലാം അരുളി ചെയ്യുകയും ചെയ്തു. സംഗതികളെല്ലാം മനസ്സിലായപ്പോൾ അടിതിരിപ്പാട്ടിലേക്കുണ്ടായ സന്തോഷവും സന്താപവും അത്ഭുതവും ബഹുമാനവും വാത്സല്യവുമെല്ലാം സീമാതീതങ്ങളായിരുന്നു. ഉടനെ ആ ബ്രാഹ്മണോത്തമൻ പുളകാവൃത ശരീരനായി ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് 2 കൈയും രാജകുമാരന്റെ ശിരസിൽ വെച്ചിട്ട് സകൽഗതം അവിടേക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു വളരെ കാലം നിർബന്ധിതനായി രാജഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായി വാണുവരുവാനുള്ള സർവേശ്വരൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അനന്തരം അദ്ദേഹം യാത്ര അറിയിച്ചുകൊണ്ട് സസന്തോഷം സ്വദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ സംഗതി നടന്ന കാലത്ത് നമ്മുടെ കൊച്ചു തമ്പുരാൻ കഷ്ടിച്ച് 9 വയസ്സ് മാത്രമേ പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അനന്തരം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മഹാരാജ്ഞി പുത്രസമേതം അരിപ്പാട്ട് എഴുന്നള്ളി താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം 8 വീടന്മാർ മാടമ്പി മുതലായ രാജദ്രോഹികൾക്ക് അറിവ് കിട്ടുകയാൽ ഇവരെ സംഹരിക്കുവാനായി ഇവർ ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു എന്ന് ചാരന്മാർ മുഖാന്തരം മഹാരാജ്ഞി അറിഞ്ഞു. അപ്പോൾ അവിടേക്കുണ്ടായ ഭയവും വ്യസനവും പരിഭ്രമവും എത്രമാത്രമായിരുന്നു എന്ന് പറയുവാൻ പ്രയാസമാണ്.
ഉടനെ അവിടുന്ന് വട്ടപ്പറമ്പിലേക്ക് ആളയച്ച് വലിയമ്മയെ വരുത്തി വിവരമെല്ലാം കൽപ്പിച്ച്. വലിയമ്മ ഇത് കേട്ടിട്ട് ഇത് നിമിത്തം അവിടെ നിന്ന് ഒട്ടും വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട, ഇതിന് സമാധാനം അടിയൻ ഉണ്ടാക്കിക്കൊള്ളാം, ഏതായാലും ഇനി ഇവിടെ എഴുന്നള്ളി താമസിച്ചാൽ ആപത്തുണ്ടായേക്കും എന്ന് പറഞ്ഞു. അതിനാൽ ഉടനെ എഴുന്നള്ളത്തിന് തയ്യാറാകണമെന്ന് തിരുമനസിനെ അറിയിച്ചതിന് ശേഷം അക്കാലത്തെ ദേശാധിപത്യവും അഭ്യാസബലവും സൈന്യബലവും പ്രാബല്യവും ധാരാളമുണ്ടായിരുന്ന മാമ്പള്ളി തമ്പുരാന്റെ പേർക്ക് സകല വിവരത്തിനും ഒരെഴുത്തെഴുതി കൊടുത്ത് ഒരു ഭൃത്യനെ മുൻകൂട്ടി ചെങ്ങന്നൂർക്ക് ഓടിക്കുകയും കരിപ്പാലിൽ കോയിക്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ മുതലായവ സമീപത്ത് തന്നെ വിശ്വാസമുള്ള ഒരു സ്ഥലത്താക്കി സൂക്ഷിക്കുകയും കീരിക്കാട്ടിലേക്ക് ആളെ അയച്ച് ഏതാനും സൈനികന്മാരെയും ഭൃത്യന്മാരെയും ഒരു മേനാവും വരുത്തുകയും ചെയ്തു. അപ്പോഴേക്കും മഹാരാജ്ഞിയും കൊച്ചുതമ്പുരാനും അമൃതവും മറ്റും കഴിച്ച് എഴുന്നള്ളതിന് തയ്യാറായിരുന്നു. ഉടനെ വല്യമ്മയെ ഊണ് കഴിക്കുകയും ഭൃത്യന്മാർ മുതലായവരെ ഊണ് കഴിപ്പിക്കുകയും ചെയ്തിട്ട് ക്ഷണത്തിൽ യാത്ര പുറപ്പെട്ടു. മഹാരാജ്ഞിയും കുമാരനും വല്യമ്മയും മേനാവിലും ശേഷമുള്ളവർ കാൽനടയായിട്ടും പുറപ്പെട്ടു. അങ്ങനെ ചെങ്ങന്നൂർക്ക് ഒട്ടു സമീപം ബുധനൂർ എന്ന ദിക്കിലുള്ള വലിയ പാടത്തെത്തിയപ്പോഴേക്കും പിള്ളമാരും മാടമ്പിമാരും വിവരമറിഞ്ഞ് പിന്നാലെ അവിടെ എത്തി ആ ദേശക്കാരായ ചില ദുഷ്ടന്മാരെയൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് കല്ലും കട്ടയും കൊടിയുമായി അടുത്തുകൂടി. ശത്രുക്കൾ അടുത്തു വരുന്നുവെന്ന് കണ്ടപ്പോൾ വല്യമ്മ മഹാരാജ്ഞിയെയും രാജകുമാരനെയും മേനാവിൽ നിന്ന് താഴെയിറക്കി ഒരു ദാസിയുടെയും ചെറുക്കൻ്റെയും നിലയിൽ മേനാവിൻ്റെ പിന്നാലെ നടത്തുകയും വല്യമ്മ മേനാവിൽ തന്നെ വാതിലടച്ചിരിക്കുകയും ഭൃത്യന്മാരോടും മറ്റും വേഗത്തിൽ നടക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ശത്രുക്കൾക്ക് സംഘബലം അധികമുണ്ടായിരുന്നതിനാൽ അവരോട് എതിരിടുവാൻ പോകേണ്ടെന്നും മേനാവിൻ്റെ ചുറ്റും ചേർന്ന് നടന്നുകൊണ്ടാൽ മതിയെന്നും സൈനികന്മാർ ആരോടും പറഞ്ഞും ചട്ടം ചുറ്റി. അപ്പോഴേക്കും ശത്രുക്കൾ ഓടി വന്ന് ഏറു തുടങ്ങി. മഹാരാജ്ഞിയും രാജകുമാരനും മേനാവിക്കനകത്താണെന്ന് വിചാരിച്ച് അവർ അധികമെറിഞ്ഞത് മേനാവിൻ്റെ നേരെയും മേനാവ് ചുമക്കുന്നവരുടെ നേരെയും സൈനികരുടെ നേരെയുമായിരുന്നു. പാവപ്പെട്ടവരായ ഭൃത്യസ്ത്രീയും ചെറുക്കനുമാണെന്ന് വിചാരിച്ച് മഹാരാജ്ഞിയെയും രാജകുമാരനെയും അവർ അധികം ഉപദ്രവിച്ചില്ല. അത് വല്യമ്മയുടെ കൗശലത്തിൻ്റെ ഫലമാണെന്ന് പറയണമെന്നില്ലല്ലോ. ഭൃത്യന്മാർക്കും സൈനികന്മാർക്കും ധാരാളം ഏറ് കൊണ്ടുവന്നാലും അവർ ഓടിക്കളയാതെ ധൈര്യത്തോടുകൂടി അതെല്ലാം സഹിച്ച് മേനാവിൻ്റെ കൂടെ തന്നെ നടന്നു. എങ്കിലും മേനാവിൻ്റെ വാതിൽ പൊളിഞ്ഞ ചില ഏറുകൾ വല്യമ്മയ്ക്കും കൊള്ളാതിരുന്നില്ല. അത് വരുമെന്ന് വല്യമ്മ മുമ്പേ തന്നെ വിചാരിച്ചിരുന്നു. തനിക്ക് എന്തെല്ലാം ഉപദ്രവങ്ങൾ പറ്റിയാലും മഹാരാജ്ഞിയെയും കുമാരനെയും രക്ഷിക്കണമെന്ന് മാത്രമേ അവർ വിചാരിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ ഒരുവിധം ചെങ്ങന്നൂരിൻ്റെ അതിർത്തിയിൽ എത്തിയപ്പോഴേക്കും വഞ്ഞിപ്പുഴ തമ്പുരാനും സൈന്യസമേതം അവിടെ വന്നു ചേർന്നു. തമ്പുരാനെയും സൈന്യങ്ങളെയും കണ്ടപ്പോഴേക്കും രാജദ്രോഹികളായ ദുഷ്ടന്മാരെല്ലാം ഭയവികുലരായി ഓടി ഒളിച്ചു. പിന്നെ മഹാരാജ്ഞിയെയും രാജകുമാരനെയും കൂടി മേനാവിൽ കയറ്റി എല്ലാവരും കൂടി വഞ്ഞിപ്പുഴ മഠത്തിൽ ചെന്ന് ചേർന്നു. വട്ടപ്പറമ്പിൽ വല്യമ്മ അവിടെ 3 ദിവസം താമസിച്ചതിന് ശേഷം മഹാരാജ്ഞിൻ്റെയും രാജകുമാരൻ്റെയും മഞ്ഞിപ്പുഴ തമ്പുരാൻ്റെയും അടുക്കൽ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ട് യാത്രയും അറിയിപ്പിച്ച് പരിവാരസമേതം സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് നാടുവാണിരുന്ന വലിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസിലേക്ക് ശീലായ്മ കലശായിരിക്കുന്നതായി കേൾക്കുകയാൽ വഞ്ഞിപ്പുഴ തമ്പുരാൻ മഹാരാജ്ഞിയെ പുത്രസമേതം യാതൊരു ആപത്തിനും ഇടയാകാതെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പിന്നെ അധികം താമസിയാതെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നാട് നീങ്ങുകയും രാജകേസരി എന്ന് പ്രസിദ്ധനും വീരനും ശൂരനുമായിരുന്ന സാക്ഷാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസിലേക്ക് തിരുമൂപ്പ് സിദ്ധിക്കുകയും അവിടുന്ന് രാജ്യദ്രോഹികളുടെ വംശത്തെ നാമാവിശേഷമാക്കി തീർക്കുകയും രാജ്യത്തെ ക്ഷേമവും സമാധാനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ അന്തഛിദ്രങ്ങളും കലഹങ്ങളും കലാപങ്ങളും ശമിച്ചു. മഹാരാജ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പിന്നീട് നിർബന്ധമായും നിർഭയമായും നിവസിച്ചു. ഇത്രയും പറഞ്ഞതുകൊണ്ട് വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ ബുദ്ധിസാമർഥ്യം, ഔദാര്യം, ധീരത, തൽക്കോലോചിത വർജ്യാനം, രാജഭക്തി മുതലായവ സൽഗുണങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് സ്പഷ്ടമായല്ലോ. ഇനി വട്ടപ്പറമ്പിൽ കുടുംബത്തെക്കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് പ്രത്യേകം ഒരു പ്രതിപത്തിയും കാരുണ്യവും ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ കൂടി പറയാം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കായംകുളം രാജ്യം പിടിച്ചടക്കണമെന്ന് നിശ്ചയിച്ചതിന് ശേഷം താൻ ഇന്ന പ്രകാരം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്നും വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ പേർക്ക് സ്വകാര്യമായ ഒരു തിരുവെഴുത്തയക്കുകയും അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് സംബന്ധിച്ച് വല്യമ്മ മറുപടി അയച്ചു കൊടുക്കുകയും അപ്രകാരം മഹാരാജാവും രാമൻ ദളവയും യുദ്ധത്തിനായി സൈന്യസമേതം കായംകുളത്തിലെത്തിയ സമയം വല്യമ്മ അവയുണ്ടായിരുന്ന സൈന്യങ്ങളെയെല്ലാം തൻ്റെ സഹോദരി പുത്രനോടും കൂടി അയച്ച് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. കായംകുളത്ത് രാജാവ് തോറ്റോടുകയും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ജയിക്കുകയും അതോടുകൂടി യുദ്ധം അവസാനിക്കുകയും ചെയ്തതിന് ശേഷം രാമയ്യൻ ദളവയും
വട്ടപ്പറമ്പിൽ ഉണ്ണിത്താനും, അതായത് വട്ടപ്പറമ്പിലെ പുരുഷന്മാർക്ക് ഉണ്ണിത്താൻ എന്ന സ്ഥാനപ്പേര് കായംകുളത്തെ രാജാവ് കൊടുത്തിരുന്നതാണ്. അവർ രണ്ടുപേരും കൂടി കോട്ടയ്ക്കകത്ത് കിടന്ന് ഓരോന്നിനും കണ്ടും കാണിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരുന്ന മദ്യോവിജിതയായ കായംകുളത്തെ രാജാവിൻ്റെ ഒരു ഭടൻ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നത് കണ്ട് ഉണ്ണിത്താനെ ലക്ഷ്യമാക്കി വിഷ്ലിപ്തമായ ഒരു ശരം പ്രയോഗിച്ചു. അതുകൊണ്ട് ഉടനെ ഉണ്ണിത്താൻ നിലത്ത് പതിക്കുകയും സ്വല്പനേരത്തിനിടയിൽ കാലഗതിയെ പ്രാപിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനുണ്ടായ വ്യസനം സീമാതീതമായിരുന്നു. ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഉണ്ണിത്താൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഉണ്ടാകുന്ന ദുഃഖം എത്രമാത്രമായിരിക്കുമെന്നും അവരെ ഏതു പ്രകാരം സമാധാനപ്പെടുത്തുമെന്നും വിചാരിച്ചിട്ടാണ് അവിടേക്ക് അധികം വ്യസനമുണ്ടായത്. ഉണ്ണിത്താൻ്റെ അമ്മയ്ക്ക് ധീരനും സുന്ദരനും യുവാവുമായിരുന്ന ആ ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഗതികൾ ആകപ്പാടെ വിചാരിച്ചിട്ട് മഹാരാജാവ് അത്യന്തം വിഷണ്ണനായി തീർന്നു. ഏതുവിധവും ആ മാതാവിനെ സമാധാനപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ച് മഹാരാജാവും രാമയ്യൻ ദളവയും കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് കീഴ്ക്കാട്ട് വട്ടപ്പറമ്പിലെത്തി. അപ്പോഴേക്ക് നേരം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നതിനാൽ അവിടെ എല്ലാവരും കിടന്ന് ഉറക്കമായിരുന്നു. ഉണ്ണിത്താൻ്റെ അമ്മ മാത്രം തൻ്റെ പുത്രൻ തിരിച്ചു വന്നില്ലല്ലോ എന്നുള്ള വിചാരം നിമിത്തം ഉറങ്ങിയിട്ടില്ലായിരുന്നു. മഹാരാജാവ് മുറ്റത്തെഴുന്നള്ളി നിന്നുകൊണ്ട് അമ്മയെ അമ്മയെ എന്ന് വിളിച്ചു. അത് കേട്ട് ഉണ്ണിത്താൻ്റെ അമ്മ തൻ്റെ പുത്രനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി വാതിൽ തുറന്ന് ഒരു വിളിക്കുമായി പുറത്തു നിന്നു. അപ്പോൾ കണ്ടത് അപരിചിതന്മാരായ രണ്ടുപേരെ ആകയാൽ ആ അമ്മ എൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി തിരുമനസ്സുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മകൻ ഞാനാണ്, നിങ്ങളിൽ പ്രസവിച്ച മകനെ ഇനി ജീവനോടുകൂടി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് കൽപ്പിച്ചു. ഇത് കേട്ട ആ സ്വാധി ഇടിവെട്ടിയ മരം പോലെ കുറച്ചുനേരം നിശ്ചേഷ്ടയായി നിന്നുപോയി. എങ്കിലും ബുദ്ധിശാലിനിയായ വിദൂഷി ഉടനെ ധൈര്യത്തെ അവലംബിച്ച് മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് ആരാണ്, എൻ്റെ മകൻ എന്താപത്താണ് പറ്റിയത് എന്ന് വീണ്ടും ചോദിച്ചു. ഉടനെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് താൻ ആരാണെന്നും ഉണ്ണിത്താൻ്റെ പ്രാണഹാനി സംഭവിക്കാനുണ്ടായ കാരണം ഇതാണെന്നും കൽപ്പിച്ച് കേൾപ്പിക്കുകയും വിവരമെല്ലാം അറിഞ്ഞപ്പോൾ വീണ്ടും ദുഃഖാർത്ഥിയായി ഭവിച്ച ആ സാധു സ്ത്രീയെ പലവിധത്തിലുള്ള സാന്ത്വന വാക്കുകൾ കൊണ്ട് ഒരുവിധം സമാശ്വാസിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു. കാർത്തിക തിരുനാൾ തിരുമനസ്സുകൊണ്ട് ഒരു സ്ത്രീയെ വല്യമ്മ എന്ന് വിളിച്ചതുകൊണ്ട് വട്ടപ്പറമ്പിൽ കുടുംബത്തിൽ അന്നന്ന് മൂപ്പായിരിക്കുന്ന സ്ത്രീകളെല്ലാം വല്യമ്മ എന്ന സ്ഥാനം സിദ്ധമായതുപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിനെ കൊണ്ട് ഒരു സ്ത്രീയെ അമ്മ എന്ന് കൽപ്പിച്ച് വിളിച്ചത് നിമിത്തം ആ കുടുംബത്തിലുള്ള സ്ത്രീകളെല്ലാം അമ്മ എന്നുള്ള സ്ഥാനം സിദ്ധിച്ചു. ഇപ്പോഴും അവിടെയുള്ള സ്ത്രീകളെല്ലാം എല്ലാവരെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയതുവരെ ആ സ്ത്രീയെ സ്വമാതാവിനെ എന്ന പോലെ തന്നെ അത്യന്തം സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ആദരിച്ചിരുന്നു. എന്നു മാത്രമല്ല ആ കുടുംബത്തേക്ക് അസംഖ്യം വസ്തുതകളും പല സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. വട്ടപ്പറമ്പിൽ കുടുംബത്തിലെ പരുഷന്മാർക്ക് മുമ്പിനാലെ ഉണ്ടായിരുന്ന ഉണ്ണിത്താൻ എന്ന പേർ ഭേദപ്പെടുത്തി വലിയത്താൻ എന്ന സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് അതും ചെയ്തത്. മഹാരാജ്ഞി എന്ന് വിചാരിച്ചിരുന്ന വട്ടപ്പറമ്പിൽ വല്യമ്മയെ ബുധനൂർ പാടത്തു വെച്ച് കല്ലെറിഞ്ഞ തദ്ദേശവാസികളായ ദുഷ്ടന്മാരെ ആ മഹാരാജാവ് പിടിച്ചു വരുത്തി യഥാന്യായം ശിക്ഷിക്കുകയും അവർക്ക് ആ പാടത്തുണ്ടായിരുന്ന വസ്തുതകളെല്ലാം ദ്രോഹപ്പാട്ടം എന്ന ഇനത്തിൽ ചേർത്ത് കണ്ടുകെട്ടി സർക്കാരിലേക്ക് എടുക്കുകയും ചെയ്തു. വട്ടപ്പറമ്പിലെ ഒരു വലിയ താൻ ഒരിക്കൽ ദേശസഞ്ചാരത്തിനായി പോവുകയും മൂകാംബി, കുടിശാദ്രി മുതലായ സ്ഥലങ്ങളിൽ ദർശനം കഴിച്ച് വടക്കേ കോട്ടയത്തിൽ വന്നു ചേരുകയും കോട്ടയത്ത് രാജാവിനെ കണ്ട് പരിചയമാവുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായവ മോടിവിദ്യകൾ അഭ്യസിച്ച് അതിൽ അദ്വൈതനായി തീരുകയും ചെയ്തതിനു ശേഷം തിരുനെൽവേലി മാർഗം തിരുവനന്തപുരത്ത് വന്നു ചേർന്നുവെന്നും അന്ന് നാടുവാണിരുന്ന കാർത്തികേയ തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസാലെ മുഖം കാണിക്കുകയും മഹാരാജാവ് സന്തോഷ സമേതം സൽക്കരിച്ച് വലിയ തന്നെ കുറച്ചു ദിവസം തിരുവനന്തപുരത്ത് താമസിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് മോടിവിദ്യയിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്ന തിരുവനന്തപുരത്തുണ്ടായിരുന്ന പീതാംബരൻ എന്ന പരദേശകനെ വലിയത്താൻ തോൽപ്പിച്ചിട്ടോടിച്ചിട്ടുണ്ടെന്നോ പത്മതീർത്ഥ മധ്യത്തിൽ കച്ചവട സാമാനങ്ങൾ നിരത്തി തങ്ങളുടെ സാമർഥ്യത്തെ കാണിച്ച ഊറ്റക്കാരും ഐന്ദ്രിജാലക്കാരുമായ പട്ടാണികളെ ഈ വലിയത്താൻ വെള്ളത്തിൽ മുക്കി മടക്കി വിട്ടിട്ടുണ്ടുവെന്നും വലിയത്താൻ്റെ ഈ വക പ്രയോഗങ്ങൾ കണ്ട് മഹാരാജാവ് വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും വലിയത്താൻ്റെ രണ്ട് കൈക്കും വീരശൃംഖലയും മറ്റനേകം സമ്മാനങ്ങളും കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ചയക്കുകയും അശ്വതിരുനാൾ ഇളയതമ്പുരാൻ ദിനമനസ്സുകൊണ്ട് കുറച്ചു കാലം കൃഷ്ണപുരത്തന്നെ തിരുനെള്ളി താമസിച്ച് ഈ വലിയത്താൻ്റെ അടുക്ക നിന്ന് മോടിവിദ്യകൾ അഭ്യസിക്കുന്നുണ്ടായിട്ടുണ്ടെന്നും മറ്റു ചില കഥകളെന്നും കേട്ടിട്ടുണ്ട്. വട്ടപ്പറമ്പിൽ കുടുംബക്കാരൻ തിരുവിതാംകൂർ മഹാരാജാ കുടുംബവുമായി ഇപ്രകാരമുള്ള അടുപ്പളം ഉണ്ടാകുവാൻ പ്രധാന കാരണബോധ ആ വല്യമ്മയാണെന്നുള്ളത് സ്പഷ്ടമായി പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഐതിഹ്യങ്ങൾ മിക്കവാറും കേട്ടുകേൾവിയെ അടിസ്ഥാനപ്പെടുത്തിയും ഓരോരുത്തർ നിർമ്മിക്കുന്ന കള്ളക്കഥകളെ കൂട്ടിച്ചേർത്തും പറഞ്ഞെഴുതി കൂട്ടിയുണ്ടാക്കുന്നവയാണെന്നാണല്ലോ സാധാരണ ജനങ്ങളുടെ വിശ്വാസം. എന്നാൽ ഈ ഉപന്യാസത്തിൽ പറയപ്പെട്ടിട്ടുള്ള മിക്ക സംഗതികളും വട്ടപ്പറമ്പിൽ ഇപ്പോഴും ഇരിപ്പുള്ള പുരാതന രേഖ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ളവയാണെന്നും ഇതിലേക്ക് വേറെയും ലക്ഷ്യങ്ങൾ കാണുന്നുണ്ടെന്നും അതിനാൽ ഈ ഐതിഹ്യങ്ങളെപ്പറ്റി അവിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ലെന്നും വായനക്കാരെ അറിയിച്ചുകൊള്ളുന്നു. കീരിക്കാട്ട് വട്ടപ്പറമ്പിൽ ഭവനത്തിൽ കോട്ടയ്ക്കകത്ത് എന്നുകൂടി ഒരു പേർ ഇപ്പോഴും ആ ദിക്കക്കാരിൽ ചിലർ പറഞ്ഞു വരുന്നതും ഇവിടെ കോട്ട, കിടങ്ങ് മുതലായവരുടെ നാശനിശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാനുള്ളതും ആ ഭവനത്തിൽ ഏറ്റവും പഴക്കവുമുള്ള വലിയ തോക്കുകൾ, വാളുകൾ, ഈട്ടി, കുന്തം, വേൽ മുതലായ ആയുധങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നതും ഇതിലേക്ക് ഉത്തമ ലക്ഷ്യങ്ങളാണല്ലോ. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് വട്ടപ്പറമ്പിൽ കുടുംബത്തോടുള്ള പ്രത്യേക പ്രതിപത്തി ഇപ്പോഴും നിലനിന്നു പോരുന്നുണ്ടെന്നുള്ളതിനും പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവർക്ക് ബഹുമാന സൂചകമായി 2 വെള്ളി വില്യക്കാരെ കൽപ്പിച്ചനുവദിച്ചിട്ടുണ്ട്. ഇന്നും നിർത്തൽ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഒരു മുഖ്യ ലക്ഷണമാണെന്നുള്ളത് കാണാമല്ലോ. കാർത്തിക തിരുനാൾ തിരുമനസിനെ കൊണ്ട് മാർത്താണ്ഡവർമ്മർക്ക് ഒരു തിരുവെഴുത്തുകൾ അയച്ചതായി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തിരുവെഴുത്തുകൾ വട്ടപ്പറമ്പിലെ പഴയ രേഖ പ്രമാണങ്ങളുടെ ശേഖരത്തിൽ അവർ ബഹുമാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. 1045 ആണ്ട് ദിവാനായിരുന്ന സട്ടി മാധവൻ നായരാർകൾ ഒരു തിരുവിതാംകൂർ ചരിത്രം എഴുതിയതിനേക്കായി വട്ടപ്പറമ്പിലുള്ള പഴയ രേഖപ്രമാണങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുകയും വലിയ ദാതനവർകൾ അവ കാണിച്ചു കൊടുക്കുകയും ചിലതെല്ലാം മാതൃവായർ അവர்களுടെ ആവശ്യപ്രകാരം കൊടുത്ത കൂട്ടത്തിൽ ആ തിരുവെഴുത്തുകളും കൊടുക്കുകയും ചെയ്തു. ആ പ്രമാണങ്ങളൊന്നും തിരികെ കൊടുത്തിട്ടില്ല. എങ്കിലും അവയുടെ ശരിപ്പകർപ്പുകൾ ഇപ്പോഴും വട്ടപ്പറമ്പിൽ കാണുന്നുണ്ട്. 1058 ആണ്ട് വട്ടപ്പറമ്പിലെ അന്നത്തെ വലിയമ്മ തിരുവനന്തപുരത്ത് ചെന്ന് തൻ്റെ കുടുംബ സംഗതികളെപ്പറ്റി സങ്കട ഹർജി വിശാഖം തിരുനാൾ തിരുമനസിലെ സന്നിധിയിൽ സമർപ്പിക്കുകയും തിരുമനസ് കൊണ്ട് ആ ഹർജി തൃക്കയിൽ തന്നെ കൽപ്പിച്ചു വാങ്ങുകയും ഉടൻ തന്നെ അതിനെ കാണിക്കുന്ന അർത്ഥത്തിൽ അറിവെഴുതി തുല്യം ചേർത്തി സർവാധികാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് വട്ടപ്പറമ്പിൽ വല്യമ്മയുടെ ഒരു ഹർജിയാണ്. ഇവർ വളരെ മാന്യതയോടും ഐശ്വര്യത്തോടും ഇരിക്കുന്ന ഒരു കുടുംബക്കാരാകുന്നു. ഈ ഹർജി ദിവാൻജിയുടെ പൂർണ്ണമതയും ശ്രീഗതിയിലുമുള്ള ആലോചനയ്ക്കായി ഈ ശബ്ദത്തോടു കൂടി അയക്കണം. അമ്മയുടെ താമസിക്കുന്നു, അവരെ ആവശ്യത്തിലധികം താമസിപ്പിക്കരുത് എന്ന് രാമവർമ്മ. ഇത് മഹാരാജാവ് തിരുമനസിലെ പ്രീതിയും കാരുണ്യവും ഇവരുടെ പേരിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതിനുള്ള ഒരു ദൃഷ്ടാന്തമാണല്ലോ. ഇനി വട്ടപ്പറമ്പ് കുടുംബത്തിൻ്റെ താൽക്കാലിക സ്ഥിതി കൂടി സ്വല്പം പറയേണ്ടിയിരിക്കുന്നു. കായംകുളത്ത് താമസിച്ചിരുന്ന ശാഖക്കാർ കായംകുളം തിരുവിതാംകൂറിൽ ചേർന്നിട്ട് അധികം താമസിയാതെ തന്നെ നാമാവിശേഷമായി തീർന്നു. അവിടെ ഇപ്പോൾ അവരുടെ ചില പരദേവ ക്ഷേത്രങ്ങളും മറ്റുമല്ലാതെ പഴയ ഭവനം പോലും കാണുവാനില്ല. കീരിക്കാട്ടുള്ള ഭവനത്തിൽ കൊല്ലം 1000 ആണ്ടായപ്പോഴേക്കും ഒരു വല്യമ്മ മാത്രമായി തീർന്നു. അവർ വയോവൃദ്ധിയായി തീരുകയും അവർക്ക് സന്തതി ഇല്ലാതായി തീരുകയും ചെയ്യുകയാൽ വിവരം മഹാരാജാവെങ്കിൽ തിരുമനസ്സറിയിച്ച് അവിടുത്തെ അനുവാദപ്രകാരം 1034 ആണ്ട് പന്തളത്ത് തോട്ടത്തിൽ ഉണ്ണിത്താന്മാരുടെ ഭവനത്തിൽ നിന്നും കുടുംബമടക്കം ദത്തെടുത്ത് വട്ടപ്പറമ്പിൽ കുടുംബത്തിൽ അവകാശപ്പെടുത്തി. ആദ്യത്തിൽ ഉൾപ്പെട്ടവരായ ഒരു അമ്മയും 3 സ്ത്രീ സന്താനങ്ങളും 2 പുരുഷ സന്താനങ്ങളും ഉണ്ടായിരുന്നു. ആ 3 സ്ത്രീകളിൽ ഒരു സ്ത്രീ പന്തളത്തും ഒരു സ്ത്രീ കീരിക്കാട്ടും വട്ടപ്പറമ്പിലും താമസിക്കുകയും ഒരു സ്ത്രീ 1068 ആണ്ട് തീ വെട്ടുപോയ നെടുമ്പറത്ത് കോയിക്കൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടാവുന്ന വസ്തുക്കളും ഗ്രഹവും പുരയിടങ്ങളും എല്ലാം കൊടുത്ത് തിരുവല്ലായിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. കീരിക്കാട്ട് വട്ടപ്പറമ്പിൽ ഒടുക്കാൻ ശേഷിച്ച വല്യമ്മ 1059 ആണ്ട് കർക്കിടക മാസം 18-ാം തീയതി ചരമഗതിയെ പ്രാപിച്ചുപോയി. ഇപ്പോൾ പന്തളത്തുള്ള തോട്ടത്തിൽ ഭവനത്തിലും കീരിക്കാട്ട് വട്ടപ്പറമ്പിലും തിരുവല്ല വട്ടപ്പറമ്പിലുമായി താമസിച്ചു വരുന്ന 3 ശാഖക്കാരും നേരെ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതോടുകൂടി ഐതിഹ്യമല്ല അധ്യായം 42 അവസാനിച്ചിരിക്കുന്നു. ഇനി അധ്യായം 43 വൈക്കത്ത് തിരുനീലകണ്ഠൻ തുടരും.